ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ബാംഗ്ലൂരിൻ്റെ സ്പെഷ്യൽ ഈദ് കാഴ്ചകളിലേക്ക് സ്വാഗതം. ഒരു ഫെസ്റ്റിവൽ വന്നാൽ എത്ര പെട്ടെന്നാണ് ഈ നഗരം മാറിപ്പോകുന്നത്. ഒരു രാത്രി കൊണ്ട് തന്നെ ആഘോഷങ്ങളെ വരവേക്കാനായി പെട്ടെന്ന് മാറുന്ന നഗരം. ദിസ് ഈസ് അവർ ബാംഗ്ലൂർ, മെട്രോ സിറ്റി എന്നൊക്കെ പറയുന്ന ഈ ബാംഗ്ലൂർ. സാധാരണഗതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ബാംഗ്ലൂർ പെട്ടെന്ന് തന്നെ ഈദിനെ വരവേൽക്കാനായി ചേഞ്ച് ആവുകയാണ്. ഷോപ്പുകളുടെയും വീടുകളുടെയും മുന്നിലെല്ലാം തന്നെ ഒരുക്കി നിർത്തിയിരിക്കുന്ന ആടുകൾ, സുന്ദരികളായി ഒരുക്കി നിർത്തിയിരിക്കുന്ന ഇവയെല്ലാം തന്നെ നല്ല മട്ടൻ ബിരിയാണിയായി മാറേണ്ടവയുമാണ്. ഈദ് ദിനത്തിൽ ആടുകളെ കശാപ്പ് ചെയ്യാനുള്ള കത്തികളും മറ്റും മറ്റൊരിടത്ത്. ആടുകളെ വാങ്ങിയാൽ കുറച്ച് ദിവസം വീട്ടിൽ വളർത്തുന്നത് ഇവിടെ പതിവാണ്. അതിന് കൊടുക്കാനുള്ള പുല്ലും തീറ്റയും കൊടുക്കുന്ന മറ്റൊരിടം. ഈ പുല്ലും തോലും വിൽക്കുന്നത് വരെയും ഒരു സീസണൽ ബിസിനസ്സായി കാണുന്ന ബാംഗ്ലൂരിയൻസ്. എവിടെ നോക്കിയാലും ഒരുക്കി നിർത്തിയിരിക്കുന്ന ആടുകളെയാണ് കാണാൻ കഴിയുക. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ വിശ്വാസം അറിയുന്നവർ ദയവായി കമൻറ്റ് ചെയ്യുക. റോഡിൻ്റെ മിക്കയിടത്തും പുല്ലും മരച്ചില്ലകളും വിൽക്കാൻ വെച്ചിരിക്കുന്നു. ഇതെല്ലാം തന്നെ ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു. ഇത്തരം കാഴ്ചകൾ ആദ്യമായി കാണുന്നത് കൊണ്ടാകാം എനിക്കൊരു അത്ഭുതമായി തന്നെയാണ് ഇത് തോന്നിയത്. ഏതു തരം കത്തികളും ഈദ് സമയത്ത് നമ്മൾക്ക് റോഡ് സൈഡിൽ നിന്ന് തന്നെ വാങ്ങാൻ കഴിയുന്നതാണ്. മിക്കയിടത്തും നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ അടിപൊളി കത്തികൾ നമ്മൾക്ക് ഉണ്ടാക്കി തരികയും ചെയ്യും. കത്തികളെ പോലെ തന്നെ വിലയും ഒരല്പം കത്തിയാണ് എന്നെനിക്ക് തോന്നി. സീസൺ ആയതുകൊണ്ടാകും, അവർക്കും ജീവിക്കണ്ടേ. പണ്ടൊക്കെ സൈക്കിളിൽ കത്തി മൂർച്ച കൂട്ടാനായി ആളുകൾ പോകുന്നത് കണ്ടിട്ടുണ്ട്. അക്കാലമൊക്കെ ഇപ്പോൾ മാറി. മോട്ടോർ വെച്ചുള്ള ചൗക്കയിലാണ് ഇപ്പോൾ നിർമ്മാണം. ഈദ് സ്പെഷ്യൽ ആടുകൾക്ക് മോഹവിലയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതേപോലെ തലയെടുപ്പുള്ള ആടുകളാണ് എങ്കിൽ ചോദിക്കുന്ന വില കിട്ടും. കശാപ്പ് ചെയ്ത് വെട്ടി റെഡിയാക്കാനുള്ള തടിക്കഷ്ണങ്ങൾ വിൽക്കുന്ന മറ്റൊരിടം. ഇവയെല്ലാം തന്നെ റോഡിന് സൈഡിൽ ഒന്നിന് പുറകെ ഒന്നായി കാണാൻ കഴിയുന്നതാണ്. എന്തുതരം ഫെസ്റ്റിവൽ ആണെങ്കിലും പെട്ടെന്ന് തന്നെ ഫെസ്റ്റിവൽ മൂഡിലേക്ക് മാറുന്ന നഗരമാണ് ഈ ബാംഗ്ലൂർ. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ എപ്പോഴും ഒരു ഫെസ്റ്റിവൽ മൂഡിലാണ്.